ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ വധിക്കാനുള്ള വലിയ ശ്രമങ്ങൾ ഇറാൻ മുൻപേ ആരംഭിച്ചിട്ടുണ്ടെന്നും അതിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ള ഒരു രഹസ്യ വിവരമാണ് ഇപ്പൊ നിലവിൽ ഇസ്രായേൽ സർക്കാർ ലഭിച്ചിരിക്കുന്നത്. അത് ഇറാന്റെ ചാരനെ ഇസ്രായേൽ വെച്ച് പിടികൂടിയതുമായിട്ട് ബന്ധപ്പെട്ടാണ് ചില അതീവ രഹസ്യമായിരിക്കുന്ന കാര്യങ്ങൾ ഇറാന്റേതായിരിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പുറത്തു വന്നിരിക്കുന്നു എന്ന് ചില പ്രാദേശിക വിവരങ്ങളൊക്കെ, പ്രാദേശിക റിപ്പോർട്ടുകളൊക്കെ ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്, പരസ്യമായി പറയുന്നുണ്ടെങ്കിലും. നെതന്യാഹു കൃത്യമായിരിക്കുന്ന ടാർഗറ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം. ആ ലക്ഷ്യം സാധൂകരിക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങളൊക്കെ നടക്കും. ഏത് രീതിയിലാണ് അത് നടത്തുക എന്നതിനെക്കുറിച്ചൊന്നും വിവരങ്ങളൊന്നുമില്ല. ഈ കാര്യം യഥാർത്ഥത്തിൽ ഇസ്രായേലിന് അറിയാം. പക്ഷേ സജീവമായ രീതിയിൽ ഇസ്രായേലിന്റെ അകത്ത് തന്നെ ഇത്തരമൊരു സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യമാണ് ഇസ്രായേലിനെ ഞെട്ടിപ്പിച്ചിരിക്കുന്നത്. അത് 2-3 ഉദാഹരണങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. കാര്യം, ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ വീടിന് നേരെ 2 പ്രാവശ്യമെങ്കിലും യമന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രാവശ്യം അദ്ദേഹത്തിന്റെ വീടിന്റെ ഒരു ഭാഗം, ഒരു ഭിത്തി മിസൈൽ പതിച്ചുകൊണ്ട് തകർന്നു വീണു. ഭാഗ്യത്തിന് അദ്ദേഹം ആ സ്ഥലത്തില്ലാത്തത് കൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്നുള്ള വിവരമാണ് അന്ന് പുറത്തു വന്നത്. അപ്പൊ എവിടെയാണ് വീട് ഉള്ളതെന്നും ഇതിന്റെ ലക്ഷ്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഇറാൻ അറിയാം. ഇറാൻ അത് യമന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. യമൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമിക്കുന്നുണ്ട്. 2 തരത്തിൽ അങ്ങനെ ആക്രമണം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാൻ ലക്ഷ്യം വെക്കുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയാണ് എന്ന് ഏറെക്കുറെ ഊഹിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. മറ്റ് 2 തരം അക്രമം നടന്ന് എന്ന് പറയുന്നത് ബെൻഗൂരിയൻ എയർപോർട്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അത് 2 തരത്തിൽ അക്രമം നടന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. ഒന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്, ഒന്നിനെ കുറിച്ച് അവർ ഇവരൊന്നും പറഞ്ഞിട്ടില്ല. അതിൽ UN സഭയ മീറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെൻഗൂരിയൻ എയർപോർട്ടിൽ നിന്ന് UNലേക്ക് അമേരിക്കയിലേക്ക് പോകുന്നതിനോടനുബന്ധിച്ച് ഒരു മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നു. ആ മിസൈൽ ആക്രമണം ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിച്ചിട്ടുണ്ടെങ്കിലും ലക്ഷ്യം വെച്ചത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയാണ് എന്ന തരത്തിലുള്ള ഒരു സംശയം അന്ന് തന്നെ News 18 ഒക്കെ പുറത്തു വന്നിരുന്നു. ഇസ്രായേലിന്റെ ചാനൽ തന്നെ ആ വിവരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടൊക്കെ പുറത്തു വിട്ടതാണ്. 2ാമത്തെ ആക്രമണം നടക്കുന്നതാണ് വളരെ കൃത്യമായ രീതിയിലുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണമായിട്ട് കാണുന്നത്. ആ ആക്രമണത്തെക്കുറിച്ച് പറയുന്ന കാര്യം ഇങ്ങനെയാണ്. ബെൻഗൂരിയൻ എയർപോർട്ടിലേക്ക് UN സഭയിലെ മീറ്റിംഗ് കഴിഞ്ഞുകൊണ്ട് മടങ്ങിയെത്തുന്നതിനോടനുബന്ധിച്ച് വിമാനം ലാൻഡ് ചെയ്യുന്ന ആ സമയവും ഈ ആക്രമണം നടക്കുന്ന സമയവും ഏറെക്കുറെ സാമ്യമായിരുന്നു. അത് എയർപോർട്ടിന്റെ മേഖലയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ അതിന്റെ തൊട്ടടുത്ത ഭാഗങ്ങളിൽ വീണുകൊണ്ട് അത് പൊട്ടിച്ചെതറുകയായിരുന്നു. അപ്പൊ ലക്ഷ്യം വെച്ചത് പ്രധാനമന്ത്രി തന്നെയാണ്. അപ്പോൾ പ്രധാനമന്ത്രി പോകുന്നതും വരുന്നതും വീടും എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ സമയോചിതമായ രീതിയിൽ തന്നെ ഇറാൻ അറിയുന്നുണ്ട് എന്നതിന്റെ അർത്ഥം ഇവിടെ നിന്ന് ആ കാര്യങ്ങളൊക്കെ ചോർന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ്. ചോർത്താൻ വേണ്ടിയിട്ട് അതിന്റെ വിദഗ്ധരായിരിക്കുന്ന ഒരു സംഘം തന്നെ ജൂത വിഭാഗത്തിൽ നിന്ന് ഇസ്രായേൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഇസ്രായേൽ മനസ്സിലായി. അതിനോടനുബന്ധിച്ചാണ് 2 പേരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തതിൽ നിന്ന് ചില ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അതിനോടനുബന്ധിച്ചാണ് ഈ വിവരങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ തന്നെ പുറത്തു വരുന്നത്. ലക്ഷ്യം നെതന്യാഹുവിനാണ്. ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം 2-2 പ്രാവശ്യം മാത്രമാണ് പബ്ലിക് ഒരു മീറ്റിംഗ് ആയിട്ട് IDF സംഘവും അവിടുത്തെ ഇസ്രായേൽ ഗവൺമെന്റും ഒരു പൊതുവേദിയിൽ ഒരു മീറ്റിംഗ് കൂടുന്നത്. ബാക്കി എല്ലാ മീറ്റിംഗും നടന്നതും അണ്ടർഗ്രൗണ്ടിലാണ്, ബങ്കറിൽ വെച്ചിട്ടാണ്. വിസ്താരമായിരിക്കുന്ന വിശാലമായ എല്ലാ സൗകര്യങ്ങളും ഉള്ള ബങ്കറുകൾ ഡസൻ കണക്കിന് ഇസ്രായേൽ സർക്കാർ പണി കഴിപ്പിച്ചിട്ടുണ്ട്. പ്രതിസന്ധി ഘട്ടത്തിൽ വേണമെങ്കിൽ അവരുടെ നെസറ്റ് കൂടാൻ മാത്രം പാകത്തിലുള്ളതും വലുപ്പത്തിലുള്ളതും സൗകര്യത്തിലുള്ളതുമാണ്. ഏത് മേഖല ഏത് ഭാഗത്താണ് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അത്രയും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതെങ്കിലും മുസ്ലിം രാജ്യത്തിൽ നിന്ന് തങ്ങൾക്ക് നേരെ എപ്പോഴും അക്രമം ഉണ്ടാവാം എന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നതിനാൽ വലിയ സുതാര്യതയും വലിയ സൗകര്യങ്ങളും ഈ കാര്യത്തിലൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അവിടെ നിന്നുള്ള റിപ്പോർട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കാര്യത്തെക്കുറിച്ച് അറിഞ്ഞത് കൊണ്ടാണ് എന്ത് ചെയ്യാത്തത്, പബ്ലിക്കിലേക്ക് പല ഘട്ടങ്ങൾ വരാത്തത്. ഇപ്പോ ഈ ഹമാസോ അല്ലെങ്കിൽ ഈ ഊത്തികളുടെ ആളുകളൊക്കെ, നേതാക്കന്മാരൊക്കെ അല്ലെങ്കിൽ അവരുടെ ലീഡർഷിപ്പുള്ള ആളുകളൊക്കെ പല ഘട്ടത്തിലും ജനങ്ങളെ സംബോധന ചെയ്യുന്നത് അല്ലെ വീഡിയോ പുറത്തു വിടുന്നത് ഏതെങ്കിലും ഈ അണ്ടർഗ്രൗണ്ട് പോലെ ബങ്കറിൽ വെച്ചിട്ടാണ്. ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഏതെങ്കിലും കൊടികളോ തോരണങ്ങളൊക്കെ വെച്ചുകൊണ്ട് പബ്ലിക് അല്ലാത്ത രീതിയിലാണ് അവർ പല ഘട്ടത്തിലും അവരുടെ പ്രവർത്തന രീതികളൊക്കെ ഏകോപിപ്പിക്കാറുള്ളത് അല്ലെങ്കിൽ സംസാരിക്കാറുള്ളത്. സമാനമായിരിക്കുന്ന വീഡിയോകളാണ് യുദ്ധം തുടങ്ങിയതിന് ശേഷം ഡസൻ കണക്കിന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി IDF സംഘം പുറത്തിറക്കുന്നതിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഗവൺമെന്റും IDFന്റെ മേധാവികളും തമ്മിൽ കൂടിച്ചേരുന്ന സമയത്തുണ്ടാകുന്ന കാര്യങ്ങളെല്ലാം ഈ രൂപത്തിലാണ് പുറത്തുവിടുന്നത്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്.
മറ്റൊരു ഭാഗം ഇതിൻ്റെ തുടർച്ചയായിട്ട് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാന്റെ ഇറാൻ തേടുന്ന വ്യക്തിയാണ്. അയാളെ വധിക്കാനുള്ള ശ്രമങ്ങളും ഒരുപക്ഷെ ഇറാൻ നടത്താൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അതിൽ നിന്നും ഈ അമേരിക്കയുടെ പ്രസിഡന്റ് ഒഴിഞ്ഞു മാറുകയൊന്നുമില്ല. അതിൻ്റെ ഒരു തുടക്കമാണ് ഇലക്ഷൻ പ്രചരണത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന് നേരെ വെടിവെപ്പ് നടത്തിയത് എന്ന് പറയുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് ഒരു കൃത്യമായിരിക്കുന്ന അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിക്കാതെ പോയി. അതിൻ്റെ പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ വെടിവെച്ച വ്യക്തിയെ വെടിവെച്ചു കൊന്നു. അതുകൊണ്ട് ഇതിന് രഹസ്യം എന്തായിട്ടില്ല, പുറത്തു വരാൻ പറ്റാതെയായി. അന്വേഷണമൊക്കെ എവിടേക്കോ വഴി തടഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. വെടി കൊണ്ടിട്ടുണ്ട്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന് വെടി കൊണ്ടിട്ട് ചെവിയുടെ ഭാഗത്ത് വെടി കൊണ്ട് എന്നുള്ളതും മുറിഞ്ഞുകൊണ്ട് രക്തമൊലിക്കുന്ന ചിത്രങ്ങളൊക്കെ പുറത്തു വന്നതാണ്. അപ്പോൾ കൃത്യമായ രീതിയിൽ തല ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ശത്രു വെടിവെച്ചത്. അതിനോടനുബന്ധിച്ച് ആ ഇലക്ഷൻ പ്രചരണത്തോടനുബന്ധിച്ച് തന്നെ വെടിവെച്ചതിന്റെ പിന്നിൽ ഇറാൻ പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെ ഇറാന്റെ കൈ അതിന്റെ പിന്നിൽ ഉണ്ട് എന്ന് ട്രംപ് ആദ്യഘട്ടത്തിൽ ആരോപിച്ചിരുന്നു. അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ബൈഡനാണ്. അപ്പോൾ ബൈഡനെയും പ്രതി ചേർക്കുന്ന രീതിയിലായിരുന്നു സംസാരം ഉണ്ടായത്. പക്ഷേ ബൈഡൻ പറഞ്ഞു ഏത് തരത്തിലുള്ള അന്വേഷണത്തിനും തങ്ങൾ തയ്യാറാണ്, തങ്ങൾ അത് കണ്ടെത്തുക തന്നെ ചെയ്യും. ഒരു രാജ്യത്തിലെ ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന ബൈഡനായ എനിക്ക് നേരെ വെടിവെപ്പ് നടത്തുന്നതും സമാനമായ രീതിയിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് നേരെ വെടിവെപ്പ് നടത്തുന്നത് തുല്യമായ രീതിയിൽ തന്നെയാണ് കാണുന്നത് എന്നൊക്കെ അന്ന് വലിയ ഡയലോഗും കാര്യങ്ങളൊക്കെ അടിച്ചിരുന്നു. പക്ഷേ എന്തുണ്ടായില്ല, അന്വേഷണം നടത്തിയിട്ടില്ല, അന്വേഷണം എവിടെത്താനും പറ്റിയിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ട്രംപിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വെടിവെപ്പ് നടത്തിയത് എന്നുള്ളത് കൃത്യമാണ്. പക്ഷേ അതിൽ ഇറാന്റെ പേര് ആദ്യഘട്ടത്തിൽ പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് എന്തോ കാരണത്താൽ ട്രംപ് ഇറാന്റെ പേര് പിന്നെ പറഞ്ഞതേയില്ല. അതിന്റെ കാര്യം പിന്നീട് പത്രക്കാരൊക്കെ പല രീതിയിൽ ചോദിച്ചിരുന്നു, ഇറാനാണോ ഇതിന്റെ പിന്നിലുള്ളത്, അതൊക്കെ അന്വേഷിക്കുകയാണ്, അന്വേഷണത്തോടനുബന്ധിച്ച് അതിന്റെ വിവരം കിട്ടുമെന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഒഴിഞ്ഞു മാറി എന്നല്ലാതെ യഥാർത്ഥത്തിൽ അദ്ദേഹം പ്രസിഡന്റായിട്ട് ഇപ്പോൾ ഒരു 4 മാസത്തോളമായി. ഈ മാസത്തിന്റെ ഇടയിലും അദ്ദേഹം പ്രത്യേകമായിരിക്കുന്ന ഒരു അന്വേഷണ സംഘത്തെ നിയമിക്കുകയോ തന്നെ വെടിവെപ്പ് നടത്തിയ വ്യക്തികളോ അല്ലെങ്കിൽ രാജ്യങ്ങളോ അതിന് പിന്നിലുണ്ടെങ്കിൽ അതേ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നതും ഒരു ദുരൂഹത നിലനിൽക്കുന്ന കാര്യമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ രീതി എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളെയും ഭീഷണിപ്പെടുത്തുക, പേടിപ്പിച്ച് നിർത്തിയിട്ട് കീഴടക്കിയിട്ട് അവിടെ പ്രക്ഷോഭ വിഷയങ്ങളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ഭരണത്തിനോട് താല്പര്യമില്ലാത്തൊരു സംവിധാനമാണ് അമേരിക്കയ്ക്ക് എങ്കിൽ ആ രാജ്യത്തിന്റെ അകത്ത് വിമതപക്ഷത്തെയോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെയോ സൃഷ്ടിച്ചുകൊണ്ട് ഭരണ സംവിധാനത്തിനെതിരെ സമരം ഉണ്ടാക്കി ആ രാജ്യം അട്ടിമറിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് താല്പര്യമുള്ള ഭരണകൂടത്തെ നിയമിക്കുക എന്നുള്ളത് സാധാരണ രീതിയിൽ അമേരിക്ക ചെയ്യുന്നതാണ്. ഈ ഇറാനിൽ ഒഴിച്ചിട്ട് ബാക്കി എല്ലാ രാജ്യത്തും ഏറെക്കുറെ അത് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, എല്ലാ തരത്തിലും ഇറാൻ അമേരിക്കക്കും ഇസ്രായേലും ഭീഷണിയായിട്ട് ഇങ്ങോട്ട് സംസാരിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണെന്ന് പല ഘട്ടത്തിലും ഈ യുദ്ധത്തിന്റെ വെടിനിർത്തൽ കഴിഞ്ഞതിന് ശേഷം തന്നെ ഇറാൻ ഇസ്രായേലിനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആക്രമിച്ച് കിട്ടിയാൽ ബാക്കിയുള്ള കാര്യം ഞങ്ങൾ ഏറ്റു എന്ന തരത്തിലാണ് അവർക്ക് പറഞ്ഞത്. പിന്നെ അന്താരാഷ്ട്ര മര്യാദ പാലിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് തങ്ങൾ വെടിനിർത്തൽ തയ്യാറായത് എന്ന് അന്ന് ഇറാൻ പറഞ്ഞു വെച്ചതാണ്. ഇപ്പൊ അതിന്റെ തുടർച്ചയായ രീതിയിൽ പറയുന്നത് പല രീതിയിലുള്ള രഹസ്യ പ്രവൃത്തികളും യഥാർത്ഥത്തിൽ ഇറാൻ ഇപ്പോൾ നടത്തുന്നുണ്ട്. അത് അമേരിക്കയിലാണെങ്കിൽ ഇസ്രായേലാണെങ്കിൽ അത് കൃത്യമായ രീതിയിൽ ഇപ്പോഴും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. പല രഹസ്യ സംവിധാന കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചു കൊണ്ടൊക്കെ ശ്രമങ്ങൾ അമേരിക്ക നടത്തിയിട്ടുണ്ട്, ഇസ്രായേൽ നടത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇറാൻ ഒപ്പിക്കുന്ന പണി എന്നുള്ളതിനെ കുറിച്ചുള്ള അന്വേഷണം നടത്തിയത്. പക്ഷേ എവിടെയും എത്താത്ത ഒരു രീതിയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയെ ഈ വെടിവെക്കാനോ അല്ലെങ്കിൽ കൊലപ്പെടുത്താനോ ഉള്ള ശ്രമം ഇറാൻ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് ചാരൻ മുഖാന്തരം ഇസ്രായേലിന് ഇപ്പോൾ അറിയാൻ വേണ്ടി സാധിച്ചത് എന്നുള്ള കാര്യമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രാധാന്യമായി തന്നെ ചർച്ച ചെയ്യുന്നത്.